ജയ് ഷിഫ് 1 February 1, 2024 16ാമത്തെ ചോദ്യം നമ്മുടെ ലോസ് ഓഫ് മോഷൻ്റെ കൺസെപ്റ്റ് എന്നും വൺ ഡയമെൻഷൻ മോഷൻ്റെ കൺസെപ്റ്റ് എന്നൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 1 meter ഹാസ് എ വുഡൻ ബോബ് ഓഫ് മാസ് 1 kilogram. ശരി, ഒരു സിമ്പിൾ പെൻഡുലം, ഇവിടെ ഒരു വുഡൻ ബോബ് ഉണ്ട്, അതിൻ്റെ മാസ് എം എന്ന് പറയുന്നത് 1 kilogram ആണ്. ഇറ്റ് ഈസ് സ്ട്രക്ക് ബൈ എ ബുള്ളറ്റ് ഓഫ് മാസ് 10⁻⁻⁻. അപ്പോൾ ഇത് ചെറിയൊരു ബുള്ളറ്റ് വരുന്നുണ്ട്, 10⁻⁻⁻ ഭാരമുള്ള ഒരു ചെറിയ ബുള്ളറ്റ് വിത്ത് സ്പീഡ്, അവർ സ്പീഡ് പറയുന്നുണ്ട് 2 × 10⁻²2 എന്നാണോ? 2 × 10⁻², 200 m/s എന്നാണ്. അപ്പോൾ സ്പീഡുള്ള ബുള്ളറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? ഓക്കെ, ദ ബുള്ളറ്റ് ഗെറ്റ്സ് എംബഡഡ്. അപ്പം ഇത് ഇടിച്ചു കഴിഞ്ഞിട്ട് ബുള്ളറ്റും ബോബും കൂടെ എംബഡഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ഇതിലേക്ക് വന്നിട്ടൊരു ബുള്ളറ്റ് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇങ്ങോട്ട് റൈസ് ആകും അല്ലേ, കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ എത്ര ഹൈറ്റ് റൈസ് ആയി എന്നുള്ളതാണ് ചോദ്യം തോന്നുന്നത്. അതെ, ദ ഹൈറ്റ് ടു വിച്ച് ദ ബോബ് റൈസസ് ബിഫോർ സ്വിങ്ങിങ് ബാക്ക്. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ എത്ര ഹൈറ്റ് ഇത് റൈസ് ആയി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇടി കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് വസ്തുക്കൾ ഇടിയെന്ന് വെച്ചാൽ മൊമെൻറ്റം എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും എന്നറിയാം. സോ വി ക്യാൻ അപ്ലൈ ഈസിലി മൊമെൻറ്റം കൺസർവേഷൻ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇനിഷ്യൽ മൊമെൻറ്റം അറിയാം. ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് ആരുടെയൊക്കെ മൊമെൻറ്റം കൺസിഡർ ചെയ്യണം? നമ്മുടെ ബോബിൻ്റെയും അതേപോലെ തന്നിട്ടുള്ള ബുള്ളറ്റിൻ്റെയും മൊമെൻറ്റം, ഇനിഷ്യൽ മൊമെൻറ്റം എത്ര നോക്കാം. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം, മാസ് ബുള്ളറ്റിൻ്റെത് മൊമെൻറ്റം mu പ്ലസ് മാസ് പെൻഡുലത്തിൻ്റെ ബോബിന് സ്പീഡൊന്നുമില്ല, അപ്പോൾ m × 0 എന്ന് കൊടുത്തു. ഫൈനൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാസ് ഒരുപോലെയായി, അപ്പോൾ m + m എന്നായി. വെലോസിറ്റി ഏതൊരു വെലോസിറ്റിയിലാണ് അത് മുകളിലേക്ക് പോകുക, അപ്പോൾ ആ വെലോസിറ്റി എന്തായാലും അത് കാണിച്ചേ മതിയാകും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്യാം. mu = m + m × v എന്ന് എഴുതാം. m മാസ് ഓഫ് ബുള്ളറ്റ് ആണ്, അത് എത്രയാ? 10⁻⁻² kilogram. സ്പീഡ് ഓഫ് ബുള്ളറ്റ് 2 × 10² എന്നാണ്. മാസ് m + m എന്നാണ്. അപ്പോൾ 1 kilogram ഉള്ള വുഡൻ ബോബും ബുള്ളറ്റിൻ്റെ മാസും കൂടെ കൂട്ടിയാൽ 1.01 എന്ന് വരും. കാരണം 1 + 10⁻² എന്നാണ്. അപ്രോക്സിമേറ്റ്ലി ഞാൻ 1 എന്ന് തന്നെ എടുത്തു തൽക്കാലം. = v എന്ന് എഴുതി. വെട്ടിക്കളഞ്ഞപ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടി. 2 m/s വെലോസിറ്റിയിലാണ് മുകളിലേക്ക് പൊങ്ങിയത്. അപ്പോൾ ഹൈറ്റും വെലോസിറ്റിയും ആക്സിലേഷൻ ടു ഗ്രാവിറ്റി തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. h = v²/2g ആണ്. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈറ്റ് എത്ര പൊങ്ങി, എത്ര മീറ്റർ ആണ് മുകളിലേക്ക് ആയത്, എത്ര അത് തിരിച്ച് വരുന്നതിന് മുമ്പ് എത്ര മീറ്റർ മുകളിലേക്ക് ആയി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ v നോക്കിയാൽ v4 വരും, 2 × 10 എന്ന് വരും. വെട്ടിക്കളഞ്ഞാൽ 2/10 അല്ലെങ്കിൽ 0.20 അടുത്താണ് അതിന് വരിക. വാല്യൂ വരുന്നത് 0.2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ.